ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഡിഷ് തന്നെയാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്, അതോടൊപ്പം തന്നെ ഇത് വളരെ ഹെൽത്തിയുമാണ്. ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷ് തന്നെയാണിത്. അതുപോലെ തന്നെ ഓയിൽ അധികം യൂസ് ചെയ്യാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം തന്നെയാണിത്. ഒരു ചമ്മന്തിയും ഒരു ബീഫിൻ്റെ മസാലയൊക്കെ വെച്ചിട്ട് ഇതുപോലെ 4 ലെയറിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറിലും ചെയ്തെടുക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് കേട്ടോ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. നമുക്കിത് നെയ്പ്പത്തിരിയുടെ പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതിനു മുമ്പ് ഞാൻ പുട്ടുപൊടി കൊണ്ട് നെയ്പ്പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ചിലർ പച്ചരി അരച്ചിട്ടും നെയ്പ്പത്തിരി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നത് ആ രീതിയിൽ എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 16 അല്ലി ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളിയുടെ ടേസ്റ്റ് കുറച്ചും കൂടി ഇഷ്ടമുള്ളവർക്ക് ഒരു 20 അല്ലി വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ സീഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർക്ക് ഈ ക്യൂമിൻ സീഡ്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാണ്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ഫെനൽ സീഡ്സ് പെരുംജീരകം ചേർത്ത് കൊടുത്താലും മതി. ഇനി അത് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ചതച്ചെടുക്കണം. അരഞ്ഞൊന്നും പോകരുത്, നന്നായി തന്നെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങക്കും കൂടി ഉള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഈ പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പൊടിയുടെ എല്ലാ ഭാഗവും ഒന്ന് നല്ലോണം നനഞ്ഞ് കിട്ടുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടി വല്ലാതെ ലൂസാകുന്ന വിധത്തിൽ വെള്ളമൊഴിച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മൾ തേങ്ങയും കൂടി ഇടുന്നതുകൊണ്ട് തേങ്ങയുടെ ആ നനവും കൂടി ആകുമ്പോൾ നമുക്ക് കറക്റ്റ് പാകമായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈറ്റാകുന്ന വിധത്തിലാണ് നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കേണ്ടത്. പത്തിരിക്ക് നമ്മൾ പൊടി വാട്ടിയെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണല്ലോ കുഴച്ചെടുക്കാറുള്ളത്. നെയ്പ്പത്തിരിക്ക് നമ്മൾ അതിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. പക്ഷേ ഇതിൽ നമ്മൾ തേങ്ങയും കൂടി ചേർക്കുന്നത് കൊണ്ട് തേങ്ങയുടെ ആ നനവും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടൈറ്റായിട്ട് കുഴച്ചെടുക്കുന്നത് കേട്ടോ. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. വെള്ളം ഒട്ടും കൂടി പോകരുത്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പൊടിയിലേക്ക് ഈ ചതച്ച തേങ്ങ ചേർത്ത് പൊടിയുടെ എല്ലാ ഭാഗത്തൊന്ന് നനച്ചെടുത്തതിന് ശേഷം വെള്ളം തിളപ്പിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. പിന്നെ നമ്മൾ നന്നായിട്ട് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും തേങ്ങ ആകുന്ന വിധത്തിൽ നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് കഴിയുമ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാനും പാടില്ല, എന്നാലും നമുക്ക് കുറച്ച് ലൂസായിട്ട് ബോളാക്കി നമുക്ക് ശരിക്കും എടുക്കാനും പറ്റണം. ഇതേ രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് പത്തിരിയുടെ മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എങ്കിലും ഇതാ കണ്ടില്ലേ, നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ബോളാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 10 അല്ലി ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി, ഒരു വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, ഒരു 6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല ചമ്മന്തിയുടെ പാകത്തിൽ നമുക്കൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ദാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ബീഫിൻ്റെ മസാലയാണ് വേണ്ടത്. ബീഫിൻ്റെ മസാല നമ്മൾ സ്നാക്സൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് മസാല റെഡിയാക്കി എടുക്കുമല്ലോ, ആ രീതിയിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഏത് മസാല വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിതിന് തൊട്ട് മുമ്പ് ഒരു ബ്രെഡ് ബോക്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ബീഫിൻ്റെ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള മസാല തന്നെയാണ് കേട്ടോ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മസാല ദാ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനായിട്ടുള്ള മാവും ചമ്മന്തിയും മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്കിനി ഈ ലേയേർഡ് പത്തിരി റെഡിയാക്കി എടുക്കേണ്ടത്. ഞാൻ ഈ മാവിനെ ഒരു 5 ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിതൊരു 4 ലെയറിലാണല്ലോ ഇത് റെഡിയാക്കിയിട്ടുള്ളത്. 4 ലെയറിൽ മസാല വെച്ചിട്ടുണ്ട്. പിന്നെ ആ മസാല കൂടി മുകളിലൊന്ന് കവർ ചെയ്യാനായിട്ട് ഒരു പത്തിരിയും കൂടി നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 5 ബോൾസ് ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത്.
അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ഭംഗി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 4 ലെയറിലാക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്, കുറച്ച് വലുതാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 ലെയറൊക്കെ മസാല വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേർ പകുതിയായിട്ട് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി കേട്ടോ. 1 കപ്പ് പൊടിയൊക്കെ എടുത്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനും കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ ഇത് കഴിക്കാനും കുറച്ചും കൂടി എളുപ്പം ചെറുതാക്കിയിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര വലുതാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അലുമിനിയം ഫോയിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അലുമിനിയം ഫോയിൽ കയ്യിലില്ലാത്തവർ ഒരു ക്ലീൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് എടുത്താലും മതി കേട്ടോ. കളർ ലെറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ക്ലീൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ എടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാഴല കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അതിലേക്ക് ഒരു ബോൾ എടുത്ത് വെച്ചിട്ട് വേറൊരു പ്ലാസ്റ്റിക് കവർ ക്ലീൻ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് എടുത്ത് ഇതുപോലെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് മുകളിൽ വെച്ച് അതിന് മുകളിലായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. അടിയിലും മുകളിലും വെച്ചിട്ടുള്ള കവറുകളിൽ നന്നായിട്ട് ഓയിലൊന്ന് തടവി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ മുകളിലത്തെ കവർ മാറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണത്തിൽ ബീഫിൻ്റെ മസാലയും മറ്റേതിൽ നമുക്ക് ചമ്മന്തിയും നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചമ്മന്തിയും ബീഫിൻ്റെ മസാലയും 2 പോർഷൻ ആക്കിയിട്ട് അതിലൊരു പോർഷൻ മാത്രമേ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ 4 ലെയറിലല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 2 ലെയർ മാത്രമേ ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ചമ്മന്തിയുടെ പകുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ബീഫിൻ്റെ പകുതി മസാലയും ഇതേ രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ 2 പത്തിരിയിലും മസാല നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് മറ്റേ പത്തിരിയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ പതിയെ എടുത്ത് ഇതിൻ്റെ അടിയിലുള്ള കവറൊന്ന് മാറ്റി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കണം. ഈ ചമ്മന്തി വെക്കുന്നതിന് മുമ്പായിട്ട് ഈ പത്തിരി മാത്രം ഈ ബീഫിൻ്റെ മസാലയുടെ മുകളിലേക്ക് വെച്ചിട്ട് അതിന് ശേഷം ഈ ചമ്മന്തിയുടെ മസാല ഫില്ല് ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാൻ പക്ഷേ ഇപ്പോൾ 2 നിരത്തി വെച്ചിട്ട് മസാല വെച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് തെറ്റിപ്പോകാതെ ഒന്ന് ശരിക്കും വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം മസാല വെച്ചതിന് ശേഷം നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതൊന്ന് തിരിച്ച് മാറ്റി വെക്കാനൊക്കെ ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് പൊട്ടിപ്പോകാതെ ശരിക്കും ഒന്ന് സൈഡൊക്കെ കറക്റ്റാകുന്ന വിധത്തിൽ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഞാനിത് ചമ്മന്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പതിയനൊന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അത് സൂക്ഷിച്ച് പൊട്ടിപ്പോകാതെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 ബോൾ കൂടി ബാക്കിയുണ്ട്. ഓരോ ബോളും നമ്മൾ പരത്തിയെടുക്കുമ്പോഴും ഈ കവറിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഓയിൽ തടവിയതിന് ശേഷം വേണം കേട്ടോ പരത്തിയെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കവറിൽ നിന്ന് വിട്ടു പോരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 2 ലെയർ മസാല വെച്ച് നമ്മൾ പത്തിരി റെഡിയാക്കിയിട്ടുണ്ട്. മൂന്നാമതൊരു പത്തിരിയും കൂടി പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മസാല വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നേരത്തെ നമ്മൾ മസാല വെച്ചിട്ട് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നല്ലോ ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നേരിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുത്തു വെക്കാനായിട്ട് പറ്റും. പിന്നെ ഈ പത്തിരി നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പത്തിരി പരത്തിയെടുക്കുമ്പോഴും ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ബാക്കിയുള്ള ബീഫിൻ്റെ മസാല ഇതിന് മുകളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി അടുത്ത ബോളും കൂടി ഒരു കവറിൽ ഓയിൽ തടവിന് ശേഷം നമുക്ക് ഇതേ രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ വല്ലാതെ പ്രസ്സായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൈകൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് അന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ പത്തിരിയും കൂടി ഈ ബീഫിൻ്റെ മസാലയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചമ്മന്തിയും കൂടെ നിരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഒരു ബോളും കൂടെ ഇതേ രീതിയിൽ റെഡിയാക്കി ഈ ചമ്മന്തിയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഈ ചമ്മന്തിയും ബീഫിൻ്റെ മസാലയൊക്കെ നമ്മൾ നിരത്തി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ പത്തിരിയുടെ ഈ അറ്റം വരെയും ഈ മസാല നിരത്തി വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഈ ഒട്ടിക്കാനുള്ള ഈ ഒരു ഭാഗം മാത്രം, അറ്റത്തുള്ള ആ ഒരു ഭാഗം മാത്രം വിട്ടു കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും മസാല നിരത്തി വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് കഴിക്കുമ്പോൾ ഈ മാവ് മാത്രമായിട്ട് കഴിക്കേണ്ടതായിട്ട് വരും. ഇനി ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല സ്മൂത്തായിട്ടുള്ളൊരു മാവാണല്ലോ റെഡിയാക്കിയിട്ടുള്ളത്, കുറച്ച് ലൂസായിട്ടുള്ള നല്ലൊരു മാവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വിരൽ കൊണ്ട് ഒന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ചുറ്റിലും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു സ്റ്റീമറിൻ്റെ തട്ടെടുത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്.
ഇനി നമുക്ക് ഈ ലെയേർഡ് പത്തിരി ഇതിനുള്ളിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം. അപ്പോൾ എടുത്തു വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചൊന്ന് വെച്ച് കൊടുക്കണം. കാരണം ഇത് നല്ല സ്മൂത്തായിട്ടുള്ള മാവാണല്ലോ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. ഇത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം അരമണിക്കൂറോളം ഞാനിത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇത് 4 ലെയറിലാണല്ലോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുന്നതിന് ഏകദേശം അത്ര സമയം നമുക്ക് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ 2 ലെയറാണ് ചെയ്യുന്നതെങ്കിൽ ഇത്ര സമയം വേണ്ടി വരില്ല കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും ആയിട്ടാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം മൂടി തുറന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളി ലെയേർഡ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതാ കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ലെയറായിട്ടൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം പിടിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബീഫൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ മസാലയൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ എടുത്ത് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക്